പുതുവർഷം വരവേറ്റത് ബോംബുകളും ഷെല്ലുകളും വെടിയൊച്ചകളുമായി. രാത്രിയുടനീളം നിലയ്ക്കാത്ത ആക്രമണങ്ങൾ. കൊന്നൊടുക്കിയവരുടെ എണ്ണം ഓരോ മിനിറ്റിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധനിയമങ്ങൾ കാറ്റിൽ പറത്തി ഗസയിൽ കൊടും നാശം വിതയ്ക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രയേൽ. സാധാരണ മനുഷ്യരെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുന്നു. ജനവാസ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നു. ആശുപത്രികളോ അഭയാർത്ഥി കേന്ദ്രങ്ങളോ ഒഴിവാക്കാതെ ബോംബിട്ട് തകർക്കുന്നു. സഖ്യരാഷ്ട്രമായ US-ൽ നിന്നുൾപ്പെടെ കടുത്ത വിമർശനം നേരിടുമ്പോഴും ഇസ്രയേൽ ക്രൂരതകൾക്ക് അറുതിയുണ്ടാകുന്നില്ല. ലോകരാഷ്ട്രങ്ങൾ എതിരാകുന്ന സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാതെ യുദ്ധതന്ത്രങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോവുകയാണവർ. ഗസയിലെ ആക്രമണം നിർത്തണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിലും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ജൂത സാമൂഹിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇസ്രയേലിൽ യുദ്ധവിരുദ്ധ റാലി നടന്നു. വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ടെല്ലവീവിൽ നടന്ന റാലിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ഗസയിൽ സിവിലിയന്മാരെയാണ് ഇസ്രയേൽ സൈന്യം കൊല്ലുന്നതെന്ന് പ്രതിഷേധകർ വിളിച്ചു പറഞ്ഞു. ഫലസ്തീൻ ജീവിതങ്ങൾക്കും വിലയുണ്ട്. കൂട്ടക്കൊലയ്ക്കും വംശഹത്യയ്ക്കും വംശീയതയ്ക്കും സയണിസത്തിനുമെതിരെ വേദനകൾക്ക് അതിർത്തിയില്ല തുടങ്ങിയ സന്ദേശങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തി ഇസ്രയേലികൾ തന്നെ തെരുവുകളിലേക്ക് ഇറങ്ങി. നെതന്യാഹുവിനെതിരെ ഇസ്രയേലിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ നഗരങ്ങളിൽ നടന്ന നെതന്യാഹു വിരുദ്ധ റാലികളിൽ 10,000 പങ്കെടുത്തതായി ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സെസറിയയിലെ നെതന്യാഹുവിന്റെ വസതിയിലേക്കും പ്രകടനങ്ങൾ നടന്നു. നെതന്യാഹു ഉടൻ രാജിവെച്ചൊഴിയണമെന്നാണ് ആവശ്യം. ഹമാസിന്റെ പിടിയിലുള്ള മുഴുവൻ ബന്ധുക്കളെയും ഉടൻ മോചിപ്പിക്കണം. രാജ്യദ്രോഹിയായ നെതന്യാഹുവിനെ ജയിലിലടയ്ക്കണമെന്നും ഉയരുന്നു ആവശ്യങ്ങൾ. നെതന്യാഹുവിനെ താഴെയിറക്കിയില്ലെങ്കിൽ ഇസ്രയേൽ ബാക്കിയുണ്ടാകില്ലെന്നും പ്രതിഷേധകർ പറയുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രയേൽ പാർലമെന്റിലും നെതന്യാഹുവിന് ജനരോഷം നേരിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പാർലമെന്റിൽ നടത്തിയ പ്രസംഗം കൂക്കുവിളികളോടെയാണ് ബന്ധുക്കൾ നേരിട്ടത്. പോരാട്ടം നിർത്തില്ലെന്നും സൈന്യത്തിന് കൂടുതൽ സമയം വേണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടപ്പോൾ സമയമില്ല, ഇപ്പോൾ തന്നെ വേണമെന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. താങ്കളുടെ സഹോദരനും അച്ഛനുമാണെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് അവർ നെതന്യാഹുവിന് നേരെ ഉന്നയിച്ചത്. ഗസയിൽ ഹമാസിന്റെ പിടിയിലുള്ള ബന്ധുക്കളുടെ വിഷയം ചർച്ച ചെയ്യാനായി വിളിച്ച പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഗസയിൽ ആക്രമണം തുടരുന്നതല്ലാതെ ഹമാസിന്റെ പക്കലുള്ള ബന്ധുക്കളെ മോചിപ്പിക്കാൻ സാധിക്കാത്തത് നെതന്യാഹുവിനുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല.